അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. 1000 വട്ടം പറയാല്ലേ, ഇത്രയൊക്കെ ആയി തീർന്നുല്ലേ നമ്മൾ. അപ്പോൾ അതാക്കണ് ബാത്റൂമിൻ്റെ ഫുൾ സെറ്റപ്പ് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ മണ്ണിട്ട് മൂടാനുള്ളൂ, അല്ലാത്ത പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്താ പെയിൻറ്റും പണിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ? അന്ന് നമ്മൾ പൂർ വെള്ളയാണ് അടിച്ചിരുന്നത് അല്ലേ. ഇത് ഇത്തിരി ഒരു മഞ്ഞ കൂട്ടിക്കാണ്ടാണ് അടിച്ചത് കേട്ടോ. ഇനി പറ്റ ചളിയാണ്ടാന്ന് കരുതിക്കാണ്ട് ഒറ്റ കോട്ടിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ. 3 കോട്ടിലൊക്കെ അടിച്ചണം, അപ്പോഴേ നല്ല ചൊറുക്കുണ്ടാവുള്ളൂ. പക്ഷേ ആ ചളി ഇല്ലോടത്തൊക്കെ ഒന്നങ്ങോട്ട് അടിച്ച് കാണ്ട് ഒന്നാണ് വൃത്തിയാക്കുക. നോൽമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ആ ഒരു വൃത്തിക്കാണ് കയറാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കി നമ്മളെ തേപ്പും മതിൽ പണി ഒന്നും കഴിഞ്ഞിട്ടില്ല, ഗ്രില്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള പരിപാടി അങ്ങോട്ട് എടുക്കാമെന്ന് കരുതി കണ്ടാണ് കേട്ടോ മക്കളെ. കണ്ടോ, ഒക്കെ ഒന്ന് തേച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അറിയിച്ചും എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയിച്ചും. ഈ മാസം തന്നെ നമുക്ക് ഇതിലേക്ക് പോരണം കേട്ടോ. അപ്പോൾ റാക്ക് ശരിയാക്കാനും ഒരാളോട് വന്ന് നോക്കാൻ പറഞ്ഞുകൊണ്ട് അയാൾ വന്ന് നോക്കിട്ടോ. അവിടെയും ഇവിടെ ഇങ്ങനെ ചെറിയൊരു റാക്ക് വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുപ്പിയും പാട്ടിയൊക്കെ വെക്കാൻ ഇനിയൊരു വൃത്തിക്ക് സെറ്റപ്പിലാണ് ചെയ്യാതിരിക്കാണ്ട് ലേഹം പെരുകിക്കാണ്ട് ആയതാട്ടണ്ണിയാളെ പൊട്ടിത്തെറിച്ച് കണ്ട്. ഇത് കണ്ടോ, നമ്മളെ ലേഹത്തിൻ്റെ റൂം നല്ല വീതിയും വിസ്താരമുള്ളൊരു റൂമിലെ. പിന്നെ മെഷീൻ നമ്മൾ അപ്പുറത്തേക്കാണ് വെക്കുക കേട്ടോ. പിന്നെന്താ ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെന്താ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കാണുന്നുണ്ട്. അവിടെ ഒന്നും ക്ലോസ് ആക്കൂട്ടോ, ഒന്നായിട്ട് ബാത്റൂം ക്ലോസ് ആക്കൂട്ടോ നമ്മൾ. പിന്നെന്താ ഒക്കെ കഴിഞ്ഞുകാണ്ട് വന്നുകാണ്ട് ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് നട്ടെ വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ഒന്നാണ് കാണിച്ചു തരാം കേട്ടോ. ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യോണ്ട് കേട്ടോ. പിന്നെന്താ അവിടെ കട്ടിലൊക്കെ ആ പെരിയിൽ വലിച്ചിട്ടതില്ലേ, അതൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. നമ്മളെ റിതുവിൻ്റെ കട്ടിലാണ് കേട്ടോ. കിടക്ക നമ്മൾ ഇന്നാൾ പുതിയത് വാങ്ങിയിരുന്നു, കട്ടില പറ്റ പോയിട്ടുണ്ട്. അതൊന്ന് തട്ടിക്കൂട്ടി നന്നാക്കാൻ ആസാരിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സോഫയും തന്നെ ഒന്ന് ക്ലീൻ ആക്കിക്കാണ്ട് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാസം തന്നെ അതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ട്, വലിയ പൂതിയുണ്ട്. കഴിഞ്ഞ നോൽമ്പിന് നമ്മൾ അവിടെ ആയിരുന്നു അല്ലേ, ഈ നോൽമ്പിന് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വല്ലാത്ത പൂതിയുണ്ട്. പെട്ടെന്ന് സെറ്റപ്പ് ആക്കിക്കാണ്ട് കയറണം എന്നുണ്ട് കേട്ടോ. തേപ്പിന് ആളെ കിട്ടായിട്ടാണ് ആളെ മണ്ണും മണലും ഒക്കെ അടിച്ചിട്ടിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ ആളും വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഓല് സൗകര്യം പോലെ എടുത്തോട്ടെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറാം. എന്നിട്ട് പിന്നെ ഒരു സൗകര്യം പോലെ ഓല് എടുത്തോട്ടെ. അല്ലാതെ ഇതൊക്കെ കഴിച്ചുമ്പോത്തിന് നോമ്പും പെരുന്നാളൊക്കെ കഴിച്ചും. ഇത്തിരി നെയ്ച്ചോറ് വെച്ചിരുന്നു, രാവിലെ ഇത്തിരി കോഴി കൊടുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്മോള് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഷെയ്മോളന്ന് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പം അതിൻ്റെ ഇറച്ചിച്ചാറുണ്ടല്ലോ, അതിക്ക് ഞാൻ ലേസം അങ്ങോട്ടേ വെള്ളം പറ്റിച്ച് കാണ്ടാണ് ഉണ്ടാക്കി കേട്ടോ. എന്നാൽ പിന്നെ അയിമേൽ അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടാലോ. ഇതിനൊന്ന് കല്യാണമൊക്കെ ഉണ്ട്, അപ്പോൾ ഓൻ അതിന് പൊയ്ക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് ഇന്നുകാണ്ട് ബാക്കിയുള്ള പരിപാടിക്കുണ്ട് ഒരുങ്ങായിരുതി കണ്ട്. ഇന്ന് ലേഹ ഉണ്ടാക്കണ ദിവസം കേട്ടോ. 2 തരം ലേഹ ഉണ്ടാക്കണം. ഒന്ന് നമ്മളെ നട്സിൻ്റെ ലേഹം, ഒന്ന് ഉള്ളി കാരക്ക ലേഹം, പ്രസവരക്ഷ ലേഹല്ലേ അതും. അപ്പോൾ അത് ഒരുപാട് ദിവസമായി ഒരു കസ്റ്റമർ ചോദിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 10 കിലോ അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്നലെ നമ്മൾ ഷോർട്ട് ഇട്ടിരുന്നു അല്ലേ, ഞാനും റിതും. അപ്പോൾ അതിന് ഒരു 3-4 കിലോനും കൂടിയും എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാണ്ടിയോൽ പെട്ടെന്ന് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വിളിച്ചോളി. പ്രസവ രക്ഷാലേഹിയും അതേപോലെ നമ്മുടെ നട്സിൻ്റെ ലേഹിയും ശതാവരി ലേഹിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്താ കണ്ടോളി. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ നിങ്ങൾക്കൊക്കെ? അൽഹംദുലില്ലാ നമ്മളിവിടെ റാത്തായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ, വീഡിയോസ് തന്നെ വരുന്നില്ല, ഷോർട്സേ വരുന്നുള്ളൂ അല്ലേ. തിരക്കിലായിട്ടാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ വീട്ടിലേക്ക് പോകണ്ടേ, റമദാനൊക്കെ ആയില്ലേ. അപ്പോൾ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഗ്രില്ല് വെക്കാൻ ആളെ വിളിച്ചിട്ടുണ്ട്. അല്ല, തേപ്പ് കഴിഞ്ഞിട്ടില്ല, തേപ്പിന് ആള് വന്നിട്ടില്ല അതുവരെ. കല്ലും മണ്ണൊക്കെ അടിച്ചിട്ടു എന്നല്ലാതെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് വെക്കാണ്ട്, പിന്നെ ആ കാർബൺ അത് എന്താ പറയുക നീക്കണമൊക്കെ അല്ലേ, കുന്തണമൊക്കെ അതൊക്കെ വെക്കാണ്ട്. പിന്നെ അവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് കേട്ടോ. പുതിയ അപ്ഡേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. കാണിച്ചു തരാം, ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും ലൈക്ക് ചെയ്യോണ്ടി, ഷെയറും ചെയ്യോണ്ടി, മാക്സിമം സപ്പോർട്ടും ചെയ്യോണ്ടി കേട്ടോ. ലൈക്ക് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളെ ലൈക്കും നിങ്ങളെ സപ്പോർട്ടും അതാണ് നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കണേ എന്നെ കേട്ടോ. പിന്നെ എന്താ പരിപാടി എന്നായിരിക്കൂലേ. അപ്പൊ ചെറിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പൊ കുറേ ദിവസമായി ചോദിക്കൽ തുടങ്ങിയിട്ട് ഒരു ഇത്താത്ത നമ്മളെ ഉള്ളിലേഹ്യം ഉണ്ടല്ലോ, നമ്മളെ കാരക്കാലേഹ്യം,
അത് ഉണ്ടാക്കി തരുമോ താത്ത? കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് കേട്ടോ. മമ്മ എന്താ പറയുന്നു? മമ്മ അവിടെ ഇരുന്ന് ചെറുപ്പിച്ചാണ്. ഞങ്ങൾ രണ്ടാളും ഉണ്ടാക്കിട്ടെ. അപ്പൊ കാരക്കയാണ് കേട്ടോ, നല്ല നല്ല ക്വാളിറ്റിയിലെ കാരക്ക തന്നെയാണ് നമ്മൾ എടുക്കല് കേട്ടോ. അത് കണ്ടില്ല ഞങ്ങള്, നമ്മളെ 3 പെട്ടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പൊ ലേസൊന്നും ഈ കാരക്ക ലേഹ്യം, ഉള്ളി ലേഹ്യം എന്നൊക്കെ പറയാലോ, പ്രസവിച്ച് കിടക്കണ സ്ത്രീകൾക്ക് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ചെറിയ മക്കൾക്കും തിന്നാട്ടോ. നല്ല നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കണതാണ്. നല്ല നല്ല ടേസ്റ്റും ആയിരിക്കും കുട്ടികൾക്കൊക്കെ തിന്നാൻ കേട്ടോ. നട്സ് ലേഹം അധികം ചെറിയ മക്കൾക്ക് കൊടുക്കുക, അധികം ആളുകളും ചോദിക്കലുണ്ട്. അപ്പോൾ വല്ലാതെ പ്രൊമോട്ട് ചെയ്യലില്ല ഞാൻ. എന്താ വെച്ചാൽ അതിൽ ശതാവരിയും കാര്യങ്ങളൊക്കെ കൂട്ടണതാണ്. നട്സ് ലേഹം, നമ്മളെ നട്സ് ലേഹം എന്തിനാണെങ്കിലും നിങ്ങൾക്ക് അറിയാലേ, ഈ പീരിയഡ്സ് റെഗുലർ ആവാനും നല്ല വിശപ്പ് കൂടാനും തടി വെക്കാനും അതേപോലെ ഉണ്ടല്ലോ കൊയ്യേ, പിന്നെന്താ ഈ എന്താ വയറുവേദന, ഈ കാര്യമായിട്ട് അസ്ഥിരത്വം കാര്യങ്ങൾ, അതിനും വേണ്ടിയിട്ടാണ്. അപ്പം അതിൽ നമ്മൾ ഇച്ചിരി മരുന്നൊക്കെ കൂട്ടണല്ലേ. ആയുർവേദിക് തന്നെയാണ് കേട്ടോ. ആയുർവേദിക് അറിയണ്ട, നമ്മളെ പച്ചില മരുന്നുകളാണ്. അപ്പോൾ അത് കൂട്ടണല്ലേ. അപ്പോൾ കുഞ്ഞുമക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര എനിക്കൊരു ഇടങ്ങാറാണ്. ഞാൻ പറയലാണ്, പൊടി നട്സിൻ്റെ പൊടി കൊടുത്തോളിന്ന് കൂട്ടി തിരുമ്പൽ കുളിക്കട്ടപ്പത്തിട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കൊക്കെ കൊടുക്കട്ടോ നട്സ് ഇതിൻ്റെ ലേഹ്യം. ഈത്തപ്പഴ ലേഹ്യം ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നണോരല്ലേ. അപ്പോൾ ഒരു 3-4 കിലോന് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഇത്താത്താനോട് കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് 3-4 കിലോനൊക്കെ ഉണ്ടാക്കി തരാറാണ്. ഭയങ്കര ഹൈ റിസ്ക് ആണ്, നിങ്ങൾക്ക് അറിയാലേ. അതിനൊരു 1-2 ദിവസത്തെ മെനക്കെടാണ്. അപ്പോൾ ഒരു 10 കിലോ ആട്ടെ എന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 3 കിലോ തന്നതല്ലേ. ഇന്നലെ നമ്മളൊരു ഷോർട്സ് ഇട്ടിരുന്നു, ഞാനൊരു ഇത് ഉള്ളിലേ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരു 3-4 കിലോനും കൂടി ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടിയോല് പെട്ടെന്ന് വിളിച്ചോളി. നല്ല അടിപൊളി നമ്മളെ കാരക്കയും അതേപോലെ ഉള്ളിയും, ചെറിയ ഉള്ളി ബ്ലഡ് ഉണ്ടാവാനും ബ്ലഡ് കൗണ്ട് കൂടാനും, പിന്നെ എന്താ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ അല്ലേ നന്നായിട്ട് പാലുണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ലേഹ്യം അഥവാ കാരക്ക ഈത്തപ്പഴ ലേഹ്യം എന്ന് പറയല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. വേണ്ടിയൊരു പെട്ടെന്നാണ് വാട്സപ്പിൽ വന്നോളി. അപ്പോൾ പിന്നെന്താ എന്തിനാന്ന് കാര്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞൊന്നുമില്ലേ. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ ഉള്ളിലേഹ്യം കാരക്കലേഹ്യം എന്തിനില്ലാണ് കാര്യമായിട്ട് പ്രസവിച്ച് കിടക്കണമല്ലോ. പിന്നെ നമുക്ക് സമാധാനത്തും മക്കൾക്കും കൊടുക്കാം കേട്ടോ. ചെറിയ മക്കളുണ്ടാവുമല്ലോ, 2 വയസ്സിന് താഴെയല്ല കേട്ടോ, മേലെ 5 വയസ്സിന് മേലെയൊക്കെ കൊടുത്താൽ മതി. കുഞ്ഞു മക്കൾക്ക് ലേഹ്യൊന്നും വല്ലാതെ കൊടുക്കണ്ട. പിന്നെ മാണ്ടിയോല് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. നല്ലോണം ഒരു 8-10 തേങ്ങയും തേങ്ങാപ്പാലൊക്കെ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് കാരക്കയും ഉണ്ടാക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ജാതി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം കേട്ടോ. ലേഹ്യം കാര്യങ്ങളൊക്കെ നിങ്ങളറിയും പലഹാരം പാത്തൂന് ഉണ്ടാക്കാൻ അറിയില്ല അറിയും. അപ്പോൾ ലേഹ്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഇമ്മമ്മ പഠിപ്പിച്ചു തരണം കേട്ടോ. ഇമ്മ ഞങ്ങളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. ഇമ്മമ്മ അവിടെ നിന്ന് കണ്ട് ചിരിച്ചുണ്ട് കേട്ടോ. ഞങ്ങള് പ്രസവിച്ച് കിടക്കുമ്പോൾ അപ്പം അത് നമുക്ക് കണ്ട് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക് മക്കൾക്കൊക്കെ. അങ്ങനെ ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് പരിചയമുണ്ട് നന്നായിട്ട്. തേങ്ങാപ്പാലിലൊക്കെ നമുക്ക് ഉള്ളി നല്ലോണം വേവിച്ചെടുത്തിട്ട് കാരക്കയും അതേപോലെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ കണ്ടിട്ട് ഉലുവയൊക്കെ കിഴി കെട്ടിക്കാണ്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിൽ കൂടുതൽ ഞാൻ ഈത്തപ്പഴമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ശർക്കരപ്പാനി ഇത്തിരി ഉപയോഗിക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫലം എന്ന് പറയണത് നിങ്ങൾക്ക് അറിയാലേ. ഉള്ളിലേഹം കാരക്കലേഹൊക്കെ തിന്നോൽക്ക് അറിയാം കേട്ടോ. വണ്ടിയിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. പിന്നെ നമ്മുടെ നട്സിൻ്റെ ലേഹ്യം ഉണ്ട് കേട്ടോ. നട്സ് ലേഹം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം ഇത്തിരി തിരക്കില്ല. അപ്പം ഇന്ന് 2 വിധ ലേഹ്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ലേഹ്യം ഉണ്ടാക്കുന്ന ദിവസമാണ്. ഒന്ന് നമ്മളെ നട്സിൻ്റെ ലേഹ്യം, ശതാവരി കാര്യങ്ങളൊക്കെ കൂട്ടി അസ്ഥിരത്വം കാര്യങ്ങൾ, തടി വെക്കാൻ, ശരീരം ഗ്ലോ ആവാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടില്ലാണ് നമ്മളെ ശതാവരിൻ്റെ ലേഹ്യം. പീരിയഡ്സ് റെഗുലർ ആവാൻ, PCOD ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചോളി കേട്ടോ. അടിപൊളി ലേഹ്യമാണ് നമ്മളെ നട്സിൻ്റെ ഇച്ചുമ്മ ലേഹ്യം കേട്ടോ. ഇത് പിന്നെ നമ്മൾ ലേസം ഉണ്ടാക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ പെട്ടെന്നാണ് മെസ്സേജ് ഇട്ടോളി. എന്നാൽ ഈ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടി അങ്ങോട്ട് ഉണ്ടാക്കാം. കാരക്ക ലേഹ്യം, ഉള്ളി ലേഹ്യം എന്നൊക്കെ പറയുന്ന നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഇങ്ങോട്ട് കുത്തി പിഴിഞ്ഞെടുത്തുകാണ്ടേ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടുകാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഈത്തപ്പഴ ലേഹ്യം ഉണ്ടാക്കാം കേട്ടോ. നല്ല അടിപൊളി ലേഹ്യമാണ്, നിങ്ങൾക്ക് അറിയാം. പിന്നെ നെയ്യൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് കണ്ട് ഇപ്രാവശ്യം മിൽമ നെയ്യാട്ടോ. നാടൻ നെയ്യ് ഇപ്പം നമ്മൾ അവൈലബിൾ അല്ല. ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് നാടൻ നെയ്യ് ഇപ്പം ഉണ്ടോന്ന്. നാടൻ നെയ്യില്ല, അപ്പം നമ്മൾ മിൽമൻ്റെ നെയ്യിലാണ്. എന്നാലും ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിലില്ലേ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ എന്തൊക്കെ അതിൽ ഉപയോഗിക്കണം. കാരക്കൊക്കെ കണ്ടില്ല നിങ്ങൾ, ഈ ജാതി കാരക്കകളൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കണം.
അതേപോലെ നെയ്യ് നിങ്ങൾ കണ്ടാണ് അല്ലേ 8-10 കുപ്പി നെയ്യ് അതൊക്കെ ഉപയോഗിച്ച് കണ്ടാണ് നമ്മൾ അടിപൊളി ലേഹ്യം ഉണ്ടാക്കുന്നത്. വണ്ടിയിൽ പെട്ടെന്ന് വാട്സപ്പിൽ ഇങ്ങോട്ട് വന്നോളി കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. പിന്നെ എന്നാ പെയിന്റ് കണ്ടോളി, പെയിന്റ് അടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവാട്ടോ. ഗ്യാസൊക്കെ കഴിഞ്ഞിങ്ങോട്ട് മക്കളെ ഓലിന്റെ കളിയാക്ക. ഗ്യാസ് കുറ്റി വാങ്ങാനേ ഗ്യാസ് ഗൗഡൌണിൽ പോയിട്ട് ഗ്യാസ് കൊണ്ടുവരണം. എന്നിട്ടേ ഇങ്ങക്ക് ഞാൻ ലേഹ്യം ഉണ്ടാക്കാം. കാരണം ഇവിടെ ആയതുകൊണ്ടേ നമുക്ക് കുറ്റി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നല്ല സന്തോഷത്തിലാട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയി വരാം. അസ്സലാമു അലൈക്കും.